പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാം. കെഎസ്ഇബി സമർപ്പിച്ച വിവിധ രേഖകളും വൈദ്യുതി ലഭ്യതയുടെ കണക്കും പരിശോധിച്ചാണ് അനുമതി. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ജിബിൻ ജെബി കൂടി ചേർന്നുണ്ട്. ജിബിൻ, ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഒരു അനുമതി ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതൊരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുമോ? ശ്രീനിധി, അത് തന്നെയാണ്. കാരണം ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെഎസ്ഇബി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഉയർന്ന വിലയ്ക്ക് കെഎസ്ഇബിക്ക് വൈദ്യുതി വാങ്ങാം. അതിനു വേണ്ടിയിട്ടുള്ള അനുമതിയാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 600 മുതൽ 1000 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്നാണ് കെഎസ്ഇബി നേരത്തെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിരുന്നത്. പിന്നീട് യൂണിറ്റിന് 10 രൂപ മുതൽ ഉയർന്ന നിരക്ക് നൽകി കെഎസ്ഇബി വൈദ്യുതി വാങ്ങേണ്ടി വരും എന്നുള്ള ഒരു കാര്യം കൂടി കെഎസ്ഇബി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കെഎസ്ഇബിക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നുള്ള ഒരു കാരണം കൂടി കെഎസ്ഇബി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കെഎസ്ഇബിക്കെതിരെ കമ്മീഷന്റെ ഒരു വിമർശനവും കൂടിയുണ്ട്. സോളാർ വൈദ്യുതി സ്വീകരിക്കാനുള്ള ബിഇസിയുടെ പദ്ധതി വൈകുന്നുവെന്നും പദ്ധതി നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നുമാണ് കെഎസ്ഇബിയും അതുപോലെ തന്നെ കമ്മീഷൻ ഒരു ആവശ്യമായി ഉന്നയിക്കുകയുള്ളൂ. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഒരു വൈദ്യുതി പ്രതിസന്ധി വലിയ രീതിയിൽ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വൈദ്യുതി പല പ്രദേശങ്ങളിൽ കട്ടായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇരുണ്ട കാലമെന്ന പിണറായി സർക്കാരിനെ വിശേഷിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർത്തിയതിനു ശേഷം അധികാരത്തിൽ വന്ന യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലൊരു വൈദ്യുതി പ്രതിസന്ധി വരുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു തീരുമാനം. എന്തായാലും സംസ്ഥാനം വലിയ രീതിയിൽ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബിക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.